ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ്, വെൽക്കം ടു അവർ ചാനൽ MBA ചേസർ. സോ നമ്മൾ ഇന്നൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ ബേസിക് ടു അഡ്വാൻസ് വരെ നമ്മൾ ഇതിൽ സംസാരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ബേസ്. സോ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിക്കാതെ നിങ്ങൾ വേറെയുള്ള ടോപ്പിക്കുകളിൽ എടുക്കരുത്. സോ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനെ പറ്റി എല്ലാം നമുക്ക് ഈ സീരീസിൽ സംസാരിക്കാം. സോ ആദ്യം നമുക്ക് എന്താണ് റേഷ്യോ എന്നും ദെൻ എന്താണ് പ്രൊപ്പോർഷൻ എന്നും പഠിക്കും. ബേസിക്സ് അറിഞ്ഞിട്ടല്ലേ നമുക്ക് പോയിട്ട് കാര്യമുള്ളൂ. റേഷ്യോസ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ആ ക്ലാസ്സിൽ ഗേൾസ് 40 ബോയ്സ് ഒരു 60 പേരും ഉണ്ടെന്ന് വിചാരിച്ചു ഒരു ക്ലാസ്സിൽ. അപ്പം ടോട്ടൽ 100 40 ഗേൾസും 60 ബോയ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എന്തോന്ന് പറയുമ്പം ഇതിൻ്റെ നടുക്ക് ഇതാണ്ട് ഇങ്ങനെ രണ്ട് കുത്തിട്ട് കൊടുത്താൽ മതി. ഈ കുത്തിനാണ് നമ്മൾ പറയുന്നത് എന്തോന്ന് 40:60 എന്നിടും. അപ്പോൾ ഇതിന് നമ്മൾ മാക്സിമം കട്ട് ചെയ്ത് കളയാണ് എന്ന് പറയുമ്പം എങ്കിലേ നമുക്ക് റേഷ്യോ ആയിട്ട് എഴുതാൻ പറ്റുള്ളൂ. എന്ന് പറയുമ്പം ഇതിനെയും നമുക്ക് 10 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. അപ്പം 4ഉം 6ഉം ദെൻ വീണ്ടും നമുക്ക് 2 വെച്ച് കട്ട് ചെയ്യാൻ പറ്റും. ദെൻ 2ഉം 3ഉം. അപ്പം നമ്മൾ ഗേൾസ് ബൈ ബോയ്സിൻ്റെ റേഷ്യോ എന്തോന്ന് വെച്ചാൽ 2:3 ആണ് നമ്മുടെ റേഷ്യോ എന്ന് നമുക്ക് പറയാം. നമുക്കിപ്പം റേഷ്യോ ഡെഫിനേഷൻ എന്തോന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡെഫിനേഷനും പറഞ്ഞുതരാം. ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ റേഷ്യോ ഈസ് എ വേ ഓഫ് കമ്പയറിങ് 2 or more ക്വാണ്ടിറ്റി, 2 അതിൽ കൂടുതലോ ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യുന്നതിനാണ് എന്തോന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്, കാണാതെ ഒന്നും പഠിക്കേണ്ട. സോ റേഷ്യോ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നേരെ സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് റേഷ്യോനെ ഈ 40:60 നമുക്ക് 40/60 ഇങ്ങനെ കട്ട് ചെയ്താലും മതി. 2, 3 എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് 2:3 എന്ന് എഴുതിയാൽ മതി. മനസ്സിലായോ? ഇതാണ് നമ്മുടെ റേഷ്യോ അതിൻ്റെ കോൺസെപ്റ്റ്. അടുത്ത നമുക്ക് പ്രൊപ്പോർഷൻ പഠിക്കാം. A:B ഇതാണ്ടാ ഇവിടെ 2 കുത്തല്ലേ, ഇതാ ഇവിടെ 4 കുത്ത്. C:D എന്ന് പറയുകയാണെങ്കിൽ അതിനർത്ഥം ഈ 4 കുത്ത് എന്തോന്ന് ചോദിക്കുകയാണെങ്കിൽ അതെന്ന് പറയുമ്പോൾ ഈക്വൽ ടു ആണ്. അങ്ങനെ സിമ്പൽ ഇട്ട് വെച്ചിരിക്കുന്നത് ഈ 4 കുത്തിനാണ് നമ്മൾ ഈക്വൽ ടു എന്ന് പറയുന്നത്. അപ്പോൾ A:B C:D എന്നാണ്. മനസ്സിലായ? നമ്മുടെ A:B എന്ന് പറയുന്നത് റേഷ്യോ C:Dക്ക് ഈക്വൽ ആയിരിക്കും. അതിനാണ് നമ്മൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞത്. ഇത് നമുക്ക് ടൈപ്പ് ഓഫ് റേഷ്യോസ് പഠിക്കാം. റേഷ്യോസിൻ്റെ പല ടൈപ്സ് ആണ്. ഏതൊക്കെയെന്ന് നോക്കാം. ആദ്യത്തേത് ഇത് മിക്ക എക്സാംസിനും SSCയുടെ എക്സാംസിനും മിക്കതിലും നമ്മൾ കണ്ടുവരുന്നതാണ് ടൈപ്പ് ഓഫ് റേഷ്യോ. അതിൽ വരുന്ന ഫസ്റ്റ് വൺ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ. ഇതെന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളടുത്തൊരു സംഖ്യ തരാണ് 3:4. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യോടാ? ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. 3² എന്ന് പറയുമ്പം 9:49 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പം 3:5 ആണെങ്കിലാ 3² 9:5² എത്ര? 25. മനസ്സിലായ? അടുത്ത് നമ്മളടുത്ത് ചോദിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ സബ് ഡ്യൂപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ വരെയാണ് 9ഉം 25. നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ച്, സബ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പം ഇതിന് എന്തോ നീയോടാ? ഇതിൻ്റെ സ്ക്വയർ റൂട്ട് നമ്മൾ എടുക്കും. √9 √25. അപ്പം നമുക്ക് എത്ര കിട്ടും? 3:5 എന്ന് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സബ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് എന്തോന്നാണ്? അടുത്ത നമുക്ക് പഠിക്കേണ്ടത് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സ്ക്വയർ ചെയ്ത്, അപ്പം 3:7 നമ്മൾ ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യോടാ? 3³ എന്ന് എടുക്കും. അപ്പം നമുക്ക് എന്തോന്ന് എഴുതാം? 27:343 എന്ന് എഴുതാം. മനസ്സിലായ? ഇത് മിക്ക ക്വസ്റ്റ്യനിലും നമ്മൾ SSCയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കാറ്റ് പഠിക്കണവർക്ക് കാറ്റിലും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. വലിയ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം ട്രിപ്ലിക്കേറ്റ് എന്തോണെന്ന് അറിഞ്ഞുകൂടാതെ നമ്മൾ ഒരിക്കലും എഴുതാൻ പോകല്ല. അടുത്ത നമുക്ക് സബ് ഡ്യൂപ്ലിക്കേറ്റ് പറഞ്ഞ പോലെ സബ് ട്രിപ്ലിക്കേറ്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ എന്തുവാടാ? എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ക്യൂബ് എടുത്തില്ലേ ഈ ട്രിപ്ലിക്കേറ്റിന്, എന്നാൽ ഇവിടെ വരുമ്പോൾ നമ്മൾ 7 ഇപ്പം നമുക്കൊരു വാല്യൂ കിട്ടുകയാണ് 125:343 എന്ന് 343 എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ
തേർഡ് റൂട്ട് എടുക്കും എന്ന് പറയുമ്പം ക്യൂബ് റൂട്ട് എടുക്കും. അപ്പോൾ രണ്ടിൻ്റെയും ക്യൂബ് റൂട്ട്. അപ്പം 125ൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ 5:7 എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായ? ഇങ്ങനെയാണ് നമ്മൾ ടൈപ്പ് ഓഫ് റേഷ്യോസ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് ബാക്കി ഒരു 2 എണ്ണം കൂടി ഉണ്ട്. അത് ഞാൻ ഈ സൈഡിൽ എഴുതണം, ഈ പച്ച കളറിൽ. ആദ്യത്തെ എന്ന് പറയുമ്പം ഇൻവേഴ്സ് റേഷ്യോ. 5ാമത്തെ എന്തുവാടാ? ഇൻവേഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ തല ഉത്തരം ഇട്ട് കൊടുക്കുക. എന്ന് പറയുമ്പം ഇപ്പം 2:3 എന്നാണ് നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്നിട്ട് പറയണം അതിനെ റിവേഴ്സ് റേഷ്യോയിൽ എഴുതാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനെ നേരെ തിരിച്ചെഴുതും. ഇങ്ങോട്ട് തണ്ട 2 ആരോട്ട്. അപ്പോൾ നമ്മൾ എന്തോന്ന് 3:2 എന്ന് എഴുതും. അപ്പോൾ നമ്മളടുത്ത് 5:7ൻ്റെ റിവേഴ്സ് റേഷ്യോ പറയാൻ പറഞ്ഞാൽ നമ്മൾ എഴുതും 7:5 എന്ന്. മനസ്സിലായ? അടുത്ത് നമുക്ക് പഠിക്കേണ്ടതാണ് കോമ്പൗണ്ട് റേഷ്യോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കോമ്പൗണ്ട് റേഷ്യോ. കോമ്പൗണ്ട് റേഷ്യോയ്ക്കകത്ത് ചോദിക്കുന്നത് എന്താണ്? ഇപ്പോൾ നമ്മളടുത്ത് 1:2, 2:9 ആൻഡ് 4:7. ഫൈൻ ദി കോമ്പൗണ്ട് റേഷ്യോ എന്ന് ചോദിക്കും. അങ്ങനെ പറഞ്ഞ സമയത്ത് നമ്മൾ എങ്ങനെ ചെയ്യും? കോമ്പൗണ്ട് റേഷ്യോ കണ്ടുപിടിക്കുമ്പം നമ്മളടുത്ത് ഇങ്ങനെ ആയിരിക്കും: ദി കോമ്പൗണ്ട് റേഷ്യോ ഓഫ് 1:3, 2:9 ആൻഡ് 4:7 ഈസ് ഡാഷ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യോടാ? ഇതിൻ്റെ എന്തോന്ന് കോമ്പൗണ്ട് റേഷ്യോ എടുക്കുക. എന്ന് പറയുമ്പോൾ ഇത് A:B, C:D, E:F ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? A:C, ഇവിടുത്തെ A:C:D, E = B:D:F എന്ന് എടുത്താൽ മാത്രം മതി. എന്ന് പറയുമ്പോൾ 3:9:7 എന്ന് എടുത്താൽ മാത്രം മതി. അപ്പോൾ = വരുമ്പോൾ നമുക്ക് എന്തോന്ന് എഴുതാം? 8:189 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് =ൻ്റെ അവിടെ ഈസ്റ്റു എടുക്കാം. എന്ന് പറയുമ്പോൾ ഇത് താഴോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആവും. അത്രയും മാത്രമേ വിചാരിച്ചാൽ മതി. അപ്പോൾ ഇതുവരെ മനസ്സിലായല്ലോ എല്ലാവർക്കും? ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോന്ന് എടുക്കും? സ്ക്വയർ എടുക്കും. ഇതിൻ്റെ സ്ക്വയർ എടുക്കും. സബ് ഡ്യൂപ്ലിക്കേറ്റർ എന്ന് പറയുമ്പം റൂട്ട് എടുക്കും, സ്ക്വയർ റൂട്ട് എടുക്കും. അടുത്ത ട്രിപ്ലിക്കേറ്റർ എന്ന് പറയുമ്പോൾ ക്യൂബ് എടുക്കും. സബ് ട്രിപ്ലിക്കേറ്റർ എന്ന് പറയുമ്പം ക്യൂബ് റൂട്ട് എടുക്കും. റിവേഴ്സ് റേഷ്യോ എന്ന് പറയുമ്പോൾ റിവേഴ്സ് ചെയ്യും. നമ്മൾ കോമ്പൗണ്ട് റേഷ്യോയുടെ കാര്യം വരുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? നമ്മളെ ലെഫ്റ്റ് സൈഡിലുള്ളതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് റൈറ്റ് സൈഡിലുള്ള എല്ലാം മൾട്ടിപ്ലൈ ചെയ്യും. 1 × 2 × 4 3 × 9 × 7. അപ്പോൾ നമുക്ക് 8:189 എന്ന് കിട്ടും. മനസ്സിലായ? പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റേഷ്യോസ് ഒരിക്കലും ഫ്രാക്ഷനിൽ വരില്ല എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. A:B എന്ന് പറയുന്നത് 2/9:1/3 എന്ന് പറയുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റില്ല. സോ ഇതിനെ നമുക്ക് ഫ്രാക്ഷൻ രൂപത്തിൽ നിന്ന് നോർമൽ നാച്ചുറൽ നമ്പറായിട്ട് നമുക്ക് എഴുതേണ്ടതാണ്. സോ അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ഡിനോമിനേറ്റർ ഉണ്ടല്ലോ, ഡിനോമിനേറ്ററിൻ്റെ LCM എടുക്കണം. ഇപ്പോൾ LCM ഓഫ് 9 ഉം 3 എത്രയാണ്? 9 ആണ്. സോ 2 ഇത് എന്നിട്ട് ഈ 9 വെച്ചിട്ട് ഈ 2 റേഷ്യോസ് 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്ന് പറയുമ്പോൾ 2/9 × 9 1/3 × 9. അപ്പം നമുക്ക് എത്ര കിട്ടും? 2:9 9 വെട്ടിപ്പോയി, ഇവിടുത്തെ 3യും 9 വെട്ടിപ്പോയി. സോ 2:3 ആണ് നമ്മുടെ ആൻസർ. സോ ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്. 4/8 എത്ര? നമുക്കൊരു 2 എടുക്കാം, 1/2 എടുക്കാം. അപ്പം നമ്മൾ എടുക്കുമ്പം LCM ഓഫ് 2ഉം 8ഉം എത്രയാണ്? 8 ആണ്. സോ നമ്മൾ 4/8 × 8 1/2 × 8. അപ്പോൾ ഇത് രണ്ടും കൂടി വെട്ടിപ്പോയി, ദെൻ 2ഉം 8ഉം കൂടി വെട്ടിപ്പോയാൽ 4. സോ 4:4. നമുക്ക് 4ഉം 4ഉം കട്ട് ചെയ്യാമല്ല. അപ്പം 1:1 ആയിരിക്കും നമ്മുടെ ആൻസർ. എളുപ്പമല്ലേ? സോ ഇങ്ങനെയാണ് നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഇതാണ് നമ്മളെ ബേസിക് കോൺസെപ്റ്റ്. സോ ഇതിൽ നിന്ന് നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്തു പല വെറൈറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളടുത്ത് ചോദിക്കും. അതെല്ലാം നമ്മൾ ചെയ്യും. മനസ്സിലായി? എല്ലാ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ചില ടോപ്പിക്സ് നമ്മൾ പറഞ്ഞിട്ടില്ല. ആ ടോപ്പിക്സിനെ പറ്റി നമ്മൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസിൻ്റെ അകത്തുള്ള ആ ടോപ്പിക്സിനെ പറ്റി സംസാരിക്കും. എല്ലാം നമ്മൾ സംസാരിക്കും.